ഹായ്. നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ട്? HTML CSS വെച്ച് ഒരു വെബ് ഡിസൈൻ എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. നമ്മുടെ സ്റ്റേജ് എന്ന് വെച്ചാൽ ഒരു HTML CSS വെച്ച് ഒരു വെബ്സൈറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന വീഡിയോസ് മൊത്തം എന്താണെന്ന് വെച്ചാൽ വെബ് ഡിസൈനിങ് എന്നുള്ള കോഴ്സ് കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്നത് ഒരു ഡിസൈൻ ചെയ്ത വെബ്സൈറ്റ് നമുക്ക് എങ്ങനെ ഹോസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത് പറഞ്ഞിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, അതായത് വെബ്സൈറ്റ് വെച്ചിട്ട് തന്നെ വെബ്സൈറ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു SEO ചെയ്തിട്ട് അതിൽ SEO ചെയ്യുന്ന കാര്യങ്ങളാണ്, അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അതിലെങ്ങനെ കൊണ്ടുവരാന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനിയുള്ള വീഡിയോസിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഈ പ്ലേലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെബ് ഡിസൈനിങ് പഠിക്കാം, HTML CSS വെച്ചിട്ട് ഒരു വെബ്സൈറ്റ് എങ്ങനെ നിർമ്മിക്കാമെന്ന് പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയക്കുറി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഒരു റെസ്പോൺസീവ് ആക്കുക, ഒരു മൊബൈൽ റെസ്പോൺസീവ് ആക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പ്രീവിയസ് വീഡിയോ പോയിട്ട് കാണാം. കാരണം എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ബേസിക്സ് മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ബിഗിനർ ലെവലിൽ എങ്ങനെ ഒരു വെബ് ഡിസൈനർ ആവാം എന്നുള്ളത് നമ്മൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുള്ള റൂട്ട് മാപ്പ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ HTML CSS ഈ വെബ് ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വെബ് ഡിസൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു വെബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വെബിൽ എങ്ങനെയാണ് SEO ഉൾപ്പെടുത്താന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇനി വരാൻ പോകുന്ന വീഡിയോസിലൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ലോക്കലി നമ്മൾ എന്ത് ചെയ്യാണ് ഒരു റൺ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരു ഫോമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഫോം ഉണ്ടാക്കിയപ്പോൾ സംഭവം എന്താ വെച്ചാൽ നമുക്ക് ലോക്കലി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തത്. അതായത് ഒരാൾ വേറെ പുറത്തുനിന്ന് ഒരാളോ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഈ ലാപ്പ് അല്ലാത്ത ഒരു ഡിവൈസിലോ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഫോം കിട്ടൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കിട്ടാത്തതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഒരു ലോക്കലിയാണ് റൺ ചെയ്യുന്നത്. നമ്മൾ എവിടെയും പോയിട്ട് ഒരു സെർവറിലോ ഒന്ന് ഹോസ്റ്റ് ചെയ്തിട്ട് തന്നെ ഇല്ല. ഈ ഹോസ്റ്റ് ചെയ്താലാണ് ഒരു നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ ഗ്ലോബലി ഇല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് പുറത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് അവർക്ക് കിട്ടുന്നതും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഏത് വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ, ഇപ്പോൾ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ, നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എവിടെ നിന്ന് നമ്മൾ സെർച്ച് ചെയ്താലും ഇൻ്റർനെറ്റ് ഉണ്ടോ നമുക്ക് എന്ത് ചെയ്യുന്നു ആ വെബ്സൈറ്റ് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു സെർവർ പർച്ചേസ് ചെയ്തിട്ട് ആ സെർവറിലാണ് ഹോസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഹോസ്റ്റ് ചെയ്ത് വെച്ച സെർവറിനാണ് എല്ലാ ഗ്ലോബലി നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ആക്സസ് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ ലോക്കൽ ഹോസ്റ്റ് എന്തിനാ, അപ്പോൾ ലോക്കൽ ഹോസ്റ്റ് എന്തിനാ വെച്ചാൽ നമ്മുടെ സെർവറിനെ, അതായത് നമ്മുടെ സിസ്റ്റം തന്നെ ഇതെന്ത് ചെയ്യും ഒരു സെർവറായി കണ്ട് ആ സെർവറിലാണ് എന്ത് ചെയ്യുന്നത് ഹോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിനാണ് ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റും. എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിനാണ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് അതൊക്കെ ഓക്കെയാണ്, പ്രോപ്പറാണോ അറിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ പ്രൊഡക്ഷൻ, അതായത് മെയിൻ സെർവറിലേക്ക് ഗ്ലോബലി ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് ഹോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അതാണ്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു വെബ്സൈറ്റ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതായത് നമ്മൾ പറഞ്ഞ സ്റ്റൈൽസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ടാഗാണ്. അപ്പോൾ വീണ്ടും ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റേഷൻ ആയിട്ട് അത് മാറും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അത് ചുരുക്കി എടുത്തിട്ട് നമ്മളൊരു വെബ് ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡിസൈൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ കോഡ്. പിന്നെ എന്ത് ചെയ്യാം, അതൊന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ലൈവ് സെർവർ പോയി കഴിഞ്ഞാൽ റൺ ചെയ്താൽ ഇതാണ് വെബ്സൈറ്റ്. ഓക്കെ, ഇത് നമ്മൾ ഉണ്ടാക്കിയ ഒരു സിംഗിൾ പേജ് ഒരു വെബ്സൈറ്റ് ആണ്. ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കാം. ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുണ്ട്, W3 സ്കൂളുണ്ട്. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക, കണ്ടെത്തുക, പഠിക്കുക. ഓക്കെ, പഠിച്ച് ചെയ്യുക. അതിലെല്ലാ ബേസിക് സ്റ്റെപ്പും ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം എന്ത് ചെയ്യാം, നോക്കി പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഒരു സാമ്പിൾ കാണിച്ചു തരാണെങ്കിൽ തന്നെ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഏറ്റവും ബോഡി ടാഗിൻ്റെ ഉള്ളിൽ ആദ്യം ഉള്ളത് എന്താണ്, ഒരു നാവ് ബാറാണ്. അതിൻ്റെ ആദ്യം ഡിവിൽ ക്ലാസ് നാവ് ബാർ എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ആ ക്ലാസ് നെയിമിൽ വെച്ച് നമ്മൾ ഒരു CSSൽ പോയി നോക്കാം.
nav ബാറിൽ എന്തൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഇതാ nav ബാർ എന്നുള്ള ക്ലാസ് നെയിം ഡോട്ട് nav ബാർ ഇട്ടു. പാഡിങ് കൊടുത്തിട്ടുണ്ട്. പാഡിങ് എന്താ, മാർജിൻ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രോപ്പറായി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാഡിങ് കൊടുക്കുക 20 പിക്സലും പിന്നെ 0 പിക്സലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അലൈൻ ഐറ്റം സെൻറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്നുമല്ല, നമ്മുടെ nav ബാറിലെ ഐറ്റംസ് ഒക്കെ ഒന്ന് സെൻറ്ററായി കിട്ടാൻ വേണ്ടി. കണ്ടോ, ഇവിടുന്ന് ഒരു സ്പേസും ഇവിടുന്നൊക്കെ സ്പേസ് വന്നിട്ട് ഒരു ഐറ്റംസ് മൊത്തത്തിൽ ഒരു സെൻറ്ററായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ അലൈൻ ഐറ്റംസ് കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളെ പ്രീവിയസ് വീഡിയോയിലൊക്കെ ഉണ്ട്. എന്താണ് ഡിസ്പ്ലേ ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഹൈറ്റ്, വിഡ്ത്ത്, മാർജിൻ ടോപ്പ്, മാർജിൻ ലെഫ്റ്റ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്താണ്, പഠിച്ചതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ തോന്നും, നിങ്ങൾക്ക് മടുപ്പ് വരും, പിന്നെ നിങ്ങൾ നോക്കൂല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുക, കണ്ടെത്തുക, നോക്കുക, പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, അവിടെ സംശയങ്ങൾ ചോദിക്കുക. അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹോസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ലോക്കലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ലിങ്ക് എടുത്തിട്ട് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഒന്നും കിട്ടൂല, അവർക്ക് എന്ത് ചെയ്യും, സൈറ്റ് കാണാൻ പറ്റൂല. കാരണം എന്താ, നമ്മൾ ഗ്ലോബലി എന്ത് ചെയ്തിട്ടില്ല, ഹോസ്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ലോക്കലാണ്. ഈ സിസ്റ്റമിൻ്റെ IP ആണിത്. ഈ സിസ്റ്റമിൻ്റെ IP വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പറഞ്ഞ ഫോൾഡർ /index.html എന്ന് പറയുമ്പോൾ നമുക്ക് ഈ HTML പേജ് കിട്ടുന്നുണ്ട് അല്ലേ. ഇനി ഇത് നമ്മൾ ഗ്ലോബലി ഹോസ്റ്റ് ചെയ്താലാണ് എന്ത് ചെയ്യുക, കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നേരെ മറിച്ച് നമുക്കൊരു ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെർവർ പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്തിട്ട് ആ സെർവറിലാണ് നമ്മൾ ഹോസ്റ്റ് ചെയ്യേണ്ടത്. ശരിക്കും അങ്ങനെയാണ്, നോർമലി അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഒരു ഫ്രീ ടൂള് പറഞ്ഞുതരാം. ആ വെബ്സൈറ്റ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവരെന്നെ എന്ത് ചെയ്യും, ഒരു ഡൊമൈൻ നെയിം ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് തരും. ആ ഡൊമൈൻ നെയിം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഉണ്ടാവും, എന്താണ്, ഇനിയും ഒരു വെബ്സൈറ്റൊക്കെ നിർമ്മിക്കാൻ കുറേ പൈസ ആവുമല്ലോ, അതായത് ഒരു പേഴ്സണൽ വെബ്സൈറ്റ് വേണം, അങ്ങനെ ഉണ്ടായി കുറേ ആൾക്ക് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്നുമില്ല, ഇതേപോലെ ഈ നമ്മുടെ വീഡിയോസ് കാണാം, ഒരു എന്തുണ്ടാക്കുക, നിങ്ങളൊരു പേഴ്സണൽ വെബ്സൈറ്റ് ഉണ്ടാക്കുക, ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇമേജും അതുപോലെ തന്നെ നിങ്ങളുടെ നെയിമും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മടിയാണ്, ഡിസൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ടെംപ്ലേറ്റ് എന്ത് കിട്ടും, ഫ്രീ ഡൗൺലോഡ് ചെയ്യാനുള്ള ടെംപ്ലേറ്റ്സ് ഒക്കെ കിട്ടും. അതെന്ത് ചെയ്യുക, അവിടെ പോയി സെർച്ച് ചെയ്തിട്ട് ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രീ ഇഷ്ടംപോലെ ഉണ്ട്, ഫ്രീ ചെയ്യുക. എന്നിട്ട് അതിലൊന്ന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ, നിങ്ങൾക്ക് നല്ല ഡിസൈൻ തോന്നുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ചില ഡിസൈൻ സെൻസുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യുക, ഇത് മീൻസ് ഞാൻ പറഞ്ഞ പോലെ ഫ്രീ ടെംപ്ലേറ്റ് എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉറുപ്പ്യ പോലും ചിലവില്ലാതെ നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്ത് കിട്ടും. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്ത് കിട്ടും, നിങ്ങളെ ഒരു പോർട്ട്ഫോളിയോയും കൂടി റെഡി ആയി കിട്ടും. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു എന്താണ്, ഒരു ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ ഹോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹോസ്റ്റിംഗ് എന്ത് ചെയ്യുക, നിങ്ങൾ ഉപകാരപ്പെടുത്തുക. അതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് നെറ്റ്ലിഫൈ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്, നെറ്റ്ലിഫൈ. ഓക്കെ, അതിനുവേണ്ടി നെറ്റ്ലിഫൈൻ്റെ എന്ത് ചെയ്യുക, വെബ്സൈറ്റിൽ കയറുക. നെറ്റ്ലിഫൈ ക്ലിക്ക് ചെയ്താൽ തന്നെ ആദ്യം കാണുന്ന ലിങ്കിലേക്ക് കയറുക. ഓക്കെ, ലിങ്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാൻ ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡിപ്ലോയ് ടു നെറ്റ്ലിഫൈ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സൈനപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ കാണിക്കും. ഓക്കെ, നിങ്ങൾ ഇതുപോലെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗിറ്റ് ഹബ് ഉണ്ടെന്നുണ്ടെങ്കിൽ സൈനപ്പ് വിത്ത് ഗിറ്റ് ഹബിൽ എന്ത് ചെയ്യാം, കയറാൻ പറ്റും. ഇപ്പോൾ ഗിറ്റ് ഹബ് എന്താണെന്നുള്ളത് ഓർത്ത് നിങ്ങൾ വറീഡ് ആവണ്ട. എല്ലാവർക്കും മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവമാണ് ഗിറ്റ് ഹബ് എന്നുള്ളത്. ഗിറ്റ് ഹബ് എന്നുള്ളത് ഒരു വേർഷൻ കൺട്രോളറാണ്. അപ്പോൾ അതെന്താണെന്നുള്ള പ്രോപ്പറായിട്ട് ഒരു വീഡിയോ വേറെ തന്നെ ചെയ്യുന്നുണ്ട്. അതിന് മസ്റ്റായിട്ട് അത് കാണണം. അത് കാണാൻ വേണ്ടി നമ്മൾ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്നാലേ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സൈനപ്പ് വിത്ത് ഗിറ്റ് ലാബ് എന്നുണ്ട്. ഗിറ്റ് ലാബ് എന്ത് ചെയ്യുക, അതും ഒരു വേർഷൻ കൺട്രോളറാണ്. അപ്പോൾ നിങ്ങൾക്ക് അതും എന്ത് ചെയ്യാം, ഒരു സൈനപ്പ് ചെയ്യാം അത് വെച്ചിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ബിറ്റ് ബക്കറ്റും എന്ത് ചെയ്യാം, അതിലും ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഇത് മൂന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ സൈനപ്പ് വിത്ത് ഇമെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇമെയിലും പാസ്വേഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം, സൈനപ്പ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതുപോലെ എന്ത് ചെയ്യും, ഒരു ലോഗിൻ ചെയ്താൽ സൈനപ്പ് ചെയ്താൽ ചെക്ക് യുവർ ഇമെയിൽ എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ എന്നില്ല ഒരു ഇമെയിലിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇമെയിലിൽ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, ഈ നെറ്റ്ലിഫൈ എന്നുള്ളത് എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യാൻ കാണിക്കും. ആ വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവിടുന്ന് മീൻസ് മെയിലിൽ നിന്ന് ആ വെരിഫൈന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാം. ഇതുപോലുള്ള ഒരു എന്ത് ചെയ്യും, ഒരു സംഭവം ഇങ്ങനെ കാണാൻ പറ്റും. അത് വെരിഫൈ ആവുന്നതാണ്. എന്ത് ചെയ്യും, വെരിഫൈ കാണും. യുവർ മെയിൽ ഈസ് നൗ വെരിഫൈഡ് എന്ന് കാണാൻ പറ്റും. നൈസ് ടു മീറ്റ് യു, ലെറ്റ്സ് ഗെറ്റ് അക്വൈൻറ്റഡ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, വാട്ട് ഈസ് യുവർ നെയിം നെയിം എന്താണെന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഞാൻ തൽക്കാലം വെസ്ൽ എന്നുള്ളത് കൊടുക്കുകയാണ്. റിക്വയർഡ് ഫീൽഡാണ്. അപ്പോൾ വെസ്ൽ എന്നുള്ളത് തൽക്കാലം വെസ്ൽ കൊടുക്കാം. ഓക്കെ, ഹൗ ആർ യു പ്ലാനിങ് യൂസ്, ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫില്ല് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് കാണാം. അപ്പോൾ എന്താണ് പ്ലാനിങ് ഉള്ളത് യൂസ് ചെയ്യാൻ നെറ്റ്ലിഫൈ എന്നുള്ളത്, വർക്കാണോ, ക്ലയൻ്റ് ആണോ, പേഴ്സണലാണോ, സ്കൂളാണോ. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പേഴ്സണൽ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് ആവശ്യം കൊടുത്താൽ മതി. ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ് സൈറ്റ് ഡു യു വോണ്ട് ടു ബിൽഡ് ഫസ്റ്റ് എന്നുള്ളത്, ഇ കൊമേഴ്സ് ആണോ, ഡോക്യുമെൻറ്റേഷൻ, ഗെയിമാണോ, നിങ്ങൾ എന്താണോ, ബ്ലോഗാണോ ബ്ലോഗ്, വെബ് ആപ്പാണോ വെബ് ആപ്പ്, പേഴ്സണൽ കമ്പനി സൈറ്റ്. അപ്പോൾ നിങ്ങൾ എന്താവശ്യമാണോ അത് കൊടുത്താൽ മതി. പിന്നെന്താണ് ഇവിടെ കൊടുക്കുന്നത്, വാട്ട് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് യുവർ റോൾ എന്നുള്ളത്, ഫ്രീലാൻസർ ആണോ, ഹോബി ഡെവലപ്പർ ആണോ, ഓതർ എന്നുണ്ടെങ്കിൽ ഓതർ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നെയിം യുവർ ടീം എന്നുള്ളത് കൊടുക്കുന്നു. അവിടെ വെസ്ൽ എന്നുള്ളത് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ ഡിപ്ലോയ് ടു കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ചോദിക്കേണ്ടത് ഡിപ്ലോയ് യുവർ ഫസ്റ്റ് പ്രൊജക്റ്റ് എന്നുള്ളത്. അപ്പോൾ സ്കിപ്പ് എന്നുള്ളത് സ്കിപ്പ് കൊടുക്കുക. ഗിറ്റ് ഉണ്ടെങ്കിൽ ഗിറ്റ് അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് കൊടുക്കുക. സ്കിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു യൂസർ ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് കാണാൻ പറ്റി ഈ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമുക്കാണ് എന്ത് ചെയ്യേണ്ടത്, ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. നേരെ മറിച്ച് എളുപ്പമാണ്, ഏറ്റവും എളുപ്പമാണ്. നേരെ താഴത്ത് വരിക. താഴത്ത് വന്നാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് ഇവിടെ തന്നെ കാണിക്കുന്നത് വാണ്ട് ടു ഡിപ്ലോയ് എ ന്യൂ സൈറ്റ് വിത്തൗട്ട് കണക്റ്റിംഗ് ടു ഗിറ്റ് എന്നുള്ളത്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് യുവർ സൈറ്റ് ഔട്ട്പുട്ട് ഫോൾഡർ ഹിയർ എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മുടെ ലോക്കലിൽ കാണുന്ന ഫോൾഡേഴ്സൊക്കെ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യും. നിങ്ങളെ ഫോൾഡർ ഏതാണോ ആ ഫോൾഡറിലേക്ക് എന്ത് ചെയ്യാം, പോവുക. ഇപ്പോൾ നമ്മളതെന്ന് വെച്ചാൽ വെസ്ൽ എന്നാണ്. വെസ്ലിലേക്ക് കയറിയതിന് ശേഷം ഇവിടെ വെസ്ൽ എന്നുള്ളത് നമ്മുടെ സൈറ്റ് സാമ്പിൾ വെസ്ൽ എന്നാണ്. അപ്പോൾ സാമ്പിൾ വെസ്ൽ എന്നിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ലോഡ് എന്നുള്ള ഒരു ഇത് കാണിക്കുന്നത്, അത് ക്യാൻസൽ കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ അവിടെ അല്ല, അതിൻ്റെ ഉള്ളിലൊരു ഫോൾഡർ ഉണ്ട്, അവിടെ അതാണ്. അപ്പോൾ ഞാൻ വെസ്ലെന്ന് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് കൊടുക്കുകയാണ്. അപ്പോൾ അപ്ലോഡ് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അപ്ലോഡിങ് ആവുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ലോക്കലി ഉള്ള ഫോൾഡർ മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിക് ഫോൾഡർ മൊത്തത്തിൽ ഇവിടെ ഹോസ്റ്റ് ചെയ്യുകയാണ്. അതാ ഇവിടെ ഡിപ്ലോയിഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു ഹോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അവരെന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡൊമൈൻ നമുക്ക് തരുന്നുണ്ട്, ഒരു URL തരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വെബ്സൈറ്റിൽ കാണാൻ പറ്റും. കണ്ടോ, ഇത് ലോക്കലല്ല. ഈ ലിങ്ക് ഇപ്പോൾ ആർക്കും അയച്ചു കൊടുത്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് ഈ പറഞ്ഞ സൈറ്റ് കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത വെച്ചാൽ, നമുക്ക് ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ്, കാരണം ഇത്രയും എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫ്രീ ഹോസ്റ്റിംഗ് എന്നുള്ളത് ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ലോക്കലി നമ്മൾ എന്ത് ചെയ്ത് ഉള്ളത് ഇപ്പോൾ എന്തായി ഗ്ലോബലി ആക്കിയിട്ടുണ്ട്. അതായത് ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് കൊടുത്തിട്ട് ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെറ്റ്ലിഫൈ എന്നുള്ളത്.